ഇന്നത്തെ റോ എപ്പിസോഡിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഇന്നത്തെ റോ എപ്പിസോഡ് USA നെറ്റ്വർക്ക് ടെലികാസ്റ്റ് ചെയ്യുന്ന ഫൈനൽ റോ എപ്പിസോഡാണ്. അതുപോലെ 2024 ലാസ്റ്റ് റോ എപ്പിസോഡാണ്. പിന്നെ ഇന്ന് റോ എപ്പിസോഡിന്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ചില സെഗ്മെന്റ് എല്ലാം കട്ടായി പോകും, ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. റോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ന്യൂ ഡേ ടീമിന്റെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റിൽ ന്യൂ ഡേ ടീം എപ്പോഴത്തെയും പോലെ തന്നെ വന്നുകൊണ്ട് ഞങ്ങൾ എന്ത് തെറ്റൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ച് ഫാൻസുമായി സംസാരിക്കുന്നതായിട്ടും, പിന്നീട് ഫാൻസ് കളിയാക്കുമ്പോൾ ന്യൂഡേ ടീം അവിടെ നിൽക്കുന്ന സമയത്ത് ജെയ്യുസോയും അവിടെ വന്നുകൊണ്ട് ന്യൂഡേ ടീമിനെ കളിയാക്കുന്നുണ്ട്. അതായത് ജെയ്യുസോയ്ക്ക് ന്യൂഡേ ടീമുമായിട്ട് ഒരു പ്രശ്നം വരുന്നത് പോലെയും ശേഷം അവരെ ചീത്ത വിളിച്ചുകൊണ്ട് ജെയ്യുസോ ഈ ഒരു സെഗ്മെന്റിൽ നിന്നും അവരെ ഇറക്കി വിടുന്നുണ്ട്. അപ്പോൾ സേവി റൂട്ട്സ് പ്രശ്നമുണ്ടാക്കാൻ നോക്കിയെങ്കിലും കോഫി കിസ്റ്റൻ തടഞ്ഞു. പിന്നീട് ജെയ്യുസോയാണ് സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു സോളോ സിക്കാവ ഇവരെയെല്ലാം പറ്റിക്കൊണ്ട്, അതായത് ട്രൈബൽ കോമ്പാക്ട് മാച്ച് നെക്സ്റ്റ് വീക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൂ മാക്കൻഡയർ, ജിമ്മി യൂസോ, സാമി സൈൻ ഇവരെയെല്ലാം അറ്റാക്ക് ചെയ്ത കാര്യത്തെപ്പറ്റിയെല്ലാം ജെയ്യുസോ ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സോളോ സിക്കാവ ടിവിയിൽ വന്നുകൊണ്ട് നെക്സ്റ്റ് വീക്ക് നടക്കാൻ പോകുന്ന ട്രൈബൽ കോമ്പാക്ട് മാച്ചിൽ സോളോ സിക്കാവ വിൻ ചെയ്യുമെന്നും, പിന്നീട് ഇവരെല്ലാവരും സോളോ സിക്കാവയെ ട്രൈബൽ ചീഫായി അംഗീകരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഡ്രൂ മാക്കൻഡയർ അവിടെ വന്നുകൊണ്ട് ജെയ്യുസോനെ അറ്റാക്ക് ചെയ്ത് ക്ലൈമോർ ചെയ്യാൻ നോക്കിയെങ്കിലും ജെയ്യുസോ തിരിച്ച് സൂപ്പർ കിക്ക് എല്ലാം ചെയ്തു. അവസാനം മറ്റൊരു അവസരം കിട്ടുമ്പോൾ ഡ്രൂ മാക്കൻഡയർ ജെയ്യുസോനെ ക്ലൈമോറൊക്കെ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും, പിന്നീട് എല്ലാവരും ഒന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് ഈ സെഗ്മെന്റും അവസാനിപ്പിച്ചു. അതിനുശേഷം ചാറ്റ് കേബിൾ ഫോഴ്സസ് ഓട്ടീസ് ഇവർക്ക് തമ്മിലുള്ള മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിൽ ഏറ്റവും കൂടുതലായിട്ട് സബ്മിഷൻ ലോക്കാണ് കാണിച്ചിട്ടുള്ളത്. മാച്ചിൻ്റെ പകുതിയിൽ IV നൈൽ, മാക്സി ഡുപ്രി ഇവർക്കെല്ലാം ഫൈറ്റ് വരുന്നതായിട്ടെല്ലാം കാണിച്ചിട്ടുണ്ട്. മാച്ചിൻ്റെ അവസാനത്തിൽ ഓട്ടീസിനെ സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ മാച്ചിൽ ചാറ്റ് കേബിളാണ് വിൻ ചെയ്തിട്ടുള്ളത്. അതും ചെറുതായിട്ടൊക്കെ ചീറ്റ് ചെയ്തിട്ടുണ്ട് ഈ മാച്ചിൽ. അതിനുശേഷം ജഡ്ജ്മെന്റ് ഡേ ടീമിനെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു. അപ്പോൾ ആ സമയത്ത് ലീവ് മോർഗൻ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഫിൻ ബാലർ. അതുപോലെ തന്നെ ഇന്ന് നടക്കാൻ പോകുന്ന 6 മാൻ ടാഗ് ടീം മാച്ചിനെ പറ്റിയും നെക്സ്റ്റ് വീക്ക് നടക്കാൻ പോകുന്ന ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ലീവ് മോർഗൻ ജയിക്കണമെന്നൊക്കെയാണ് റക്കേലിനോട് ഫിൻ ബാലർ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് വുമൺസിൻ്റെ IC ചാമ്പ്യൻഷിപ്പിനുള്ള ടൂർണമെൻറ്റ് മാച്ച്, ഈ മാച്ച് നടന്നത് ഡെക്കോട്ട കൈ ഫോഴ്സസ് സോയി സ്റ്റാർക്ക് ഇവർക്കാണ്. ഈ മാച്ചും നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിൻ്റെ അവസാനത്തിൽ സോയി സ്റ്റാർക്കിനെ തോൽപ്പിച്ചുകൊണ്ട് ഡെക്കോട്ട കൈയാണ് മാച്ച് വിൻ ചെയ്ത് IC ചാമ്പ്യൻഷിപ്പിൻ്റെ ടൂർണമെൻറ്റിൽ മുന്നോട്ട് പോയത്. പിന്നീട് 6 മാൻ ടാഗ് ടീം മാച്ച് നടന്നു. ജഡ്ജ്മെന്റ് ഡേ ഫോഴ്സസ് ടാഗ് ടീം ചാമ്പ്യൻസായ ഐവാർ ആൻഡ് എറിക് ഇവർക്കാണ് ഈ ടാഗ് ടീം മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചും അത്യാവശ്യം നല്ല മാച്ചായി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മാച്ചിൻ്റെ അവസാനത്തിൽ ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് ഫിനിഷിംഗ് മൂവ് കൊടുത്തുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റ് ആൻഡ് വാർ റൈഡേഴ്സ് ഇവരാണ് വിൻ ചെയ്തത്. മാച്ച് കഴിഞ്ഞതിന് ശേഷം ഫിൻ ബാലർ ഡാമിൻ പ്രീസ്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും വാർ റൈഡേഴ്സ് സേവ് ചെയ്തു. ഇനിയുള്ള സെഗ്മെന്റ് മാച്ചൊക്കെ പറയുന്നതിനേക്കാൾ മുൻപായിട്ട് വോയിസിൽ ഒരുപാട് മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അതായത് പല സ്ഥലങ്ങളിലായിട്ടാണ് ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെയധികം വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയിൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നീട് ജെയ്യുസോ, ആഡം പിയേഴ്സ് ഇവരെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു. അപ്പോൾ ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് നെക്സ്റ്റ് വീക്ക് നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൽ ജെയ്യുസോ വേഴ്സസ് ഡ്രൂ മാക്കൻഡയർ ഇവർക്ക് തമ്മിലുള്ള മാച്ച് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെഗ്മെന്റ് വെച്ചത്. ശേഷം ആഡം പിയേഴ്സ് ഈ ഒരു മാച്ച് കൺഫേം ചെയ്തുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അതിനുശേഷം ലൂഫി കൈസറിന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ലൂഫി കൈസർ വന്നതിന് ശേഷം പറയുന്നത് ഇപ്പോഴത്തെ IC ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കർ ഇപ്പോൾ തന്നെ നേരിടണം എന്നാണ്. അതായത് ബ്രോൺ ബ്രേക്കറുമായിട്ട് ഒരു മാച്ച് വേണം എന്ന ടൈപ്പിലൊക്കെ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ സമയത്ത് അവിടെ ബ്രോൺ ബ്രേക്കർ അല്ല വന്നത്, പകരം ട്രിപ്പിൾ ത്രെഡ് മാച്ചിന് ശേഷം ചെറിയൊരു ഇഞ്ചുറി സംഭവിച്ചു പോയ ഷെയ്മസ് ആണ് റിട്ടേൺ ചെയ്തത്. ഷെയ്മസ് വന്നതിന് ശേഷം അങ്ങനെ തന്നെ റിങ്ങിൽ കയറി ലൂഫി കൈസറിനെ അറ്റാക്ക് ചെയ്തു. ശേഷം കൈസറും തിരിച്ച് അറ്റാക്ക് ചെയ്തു. എന്നാൽ ഷെയ്മസ് തന്റെ ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ സെഗ്മെന്റിൽ മാസായി നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം റെയ് മിസ്റ്റീരിയോ, ന്യൂഡേ ഇവരുടെ ഒരു സെഗ്മെന്റ്. അപ്പോൾ റെയ് മിസ്റ്റീരിയോ ന്യൂഡേ ടീമിന്റെ ഒരു സ്പാർക്ക് പോകുന്നതായിട്ട് ഇതിനു മുൻപ് സെഗ്മെന്റിൽ കാണിച്ചിട്ടുണ്ട്. അതായത് റെയ് മിസ്റ്റീരിയോ ഉൾപ്പെടെ ന്യൂഡേ ടീം തെറ്റാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു പോകുന്നതായിട്ടെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണക്ട് ചെയ്താണ് ഈ സെഗ്മെന്റ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ അവസാനത്തിൽ റെയ് മിസ്റ്റീരിയോ ടീമിനെ ന്യൂഡേ ടീം ചാലഞ്ച് ചെയ്ത് ഇവർക്കും നെക്സ്റ്റ് വീക്ക് ഒരു മാച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം വുമൺസിൻ്റെ IC ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റ് ഈ മാച്ച് നടന്നത് ഇയോ സ്കൈ ഫോഴ്സസ് ലൈറ വാൽക്കിരിയ ഇവർക്ക് തമ്മിലാണ്. ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ മാച്ചിൽ ആരാണ് വിജയിക്കുക, എന്താണ് സംഭവിക്കുക എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നപ്പോൾ ഇയോ സ്കൈ അവസാനം മൂൾസോൾട്ട് എല്ലാം ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. പിന്നീട് ഇയോ സ്കൈ ലൈറ വാൽക്കിരിയെ റോൾ പിൻ ചെയ്യാൻ നോക്കിയ സമയത്ത് അവരത് റിവേഴ്സ് ചെയ്തുകൊണ്ട് ഇയോ സ്കൈനെ പിൻ ചെയ്ത് ഈ മാച്ചിൽ ലൈറ വാൽക്കിരിയാണ് വിൻ ചെയ്ത് IC ചാമ്പ്യൻഷിപ്പിന്റെ ടൂർണമെന്റിൽ മുന്നോട്ട് പോയത്. ഇയോ സ്കൈ ആ മാച്ചിൽ നിന്നും പുറത്തായി. അപ്പോൾ ഈ മാച്ചിൻ്റെ റിസൾട്ടും നന്നായിട്ടാണ് തോന്നിയത്.
കാരണം ലൈറ വൾക്കിരിയെ പോലെ ഒരു റെസ്ലറൊക്കെ IC ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്താൽ നന്നായിരിക്കും. നോക്കാം അവർ ജയിക്കുമോ എന്ന്. പിന്നീട് റോ എപ്പിസോഡ് മെയിൻ ഇവൻ്റായി നടന്നത് സെത്ത് റോളൻസ് CM പങ്ക് ഇവരുടെ സെഗ്മെൻ്റ് ആണ്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ സെത്ത് റോളൻസ് വന്നതിന് ശേഷം CM പങ്കിനെ ഭയങ്കരമായി കളിയാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് CM പങ്ക് WWE വിട്ട് പോയ കാര്യത്തെപ്പറ്റിയും 10 വർഷം കഴിഞ്ഞൊക്കെ വന്ന കാര്യത്തെപ്പറ്റിയും അതിനോടൊപ്പം എൻ്റെ കൈക്കും കാലിനൊന്നും ഇപ്പോൾ ഇഞ്ചുറി ഇല്ല എന്നും, അതായത് ഓരോ മാച്ചൊക്കെ കഴിയുമ്പോഴേക്കും പരിക്ക് പറ്റുന്ന സമയത്ത് കുറേ നാളൊക്കെ കഴിഞ്ഞ് വരുന്ന ചിലരുണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CM പങ്കിനെ കളിയാക്കി. അതായത് CM പങ്കിന് കൈക്കെല്ലാം ഇഞ്ചുറി സംഭവിച്ചപ്പോൾ മാച്ചിന് വരാൻ പറ്റാത്ത കാര്യത്തെ പറ്റിയെല്ലാം. അതുപോലെ നെക്സ്റ്റ് വീക്ക് നടക്കുന്ന മാച്ചിൽ CM പങ്കിനെ സെത്ത് തോൽപ്പിക്കുമെന്നും അതിനുശേഷവും റോ എപ്പിസോഡിൽ തുടർന്നും റോ എപ്പിസോഡിലൊക്കെ സെത്ത് വരുമെന്നും. എന്നാൽ CM പങ്ക് അങ്ങനെയല്ല. അവൻ തോറ്റതിന് ശേഷം അവൻ വീണ്ടും WWE വിട്ട് പോകും. അവന് ഭയങ്കരമായിട്ടുള്ള പേടിയാണ്, അവന് ഒട്ടും ധൈര്യമില്ല എന്ന ടൈപ്പിലൊക്കെ സെത്ത് റോളൻസ് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനത്തിൽ സെത്ത് ഇങ്ങനെയെല്ലാം സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ CM പങ്ക് വരുന്നതായിട്ടും, അങ്ങനെ CM പങ്ക് വന്നതിന് ശേഷം സെത്തിനോട് പറയുന്നുണ്ട്, ഞാനില്ലാത്ത ആ ഒരു 10 വർഷം കൊണ്ടാണ് നീ വളർന്ന് ഇവിടം വരെ എത്തിയത്. ഇല്ല എങ്കിൽ നീ ഉറപ്പായിട്ടും ഇവിടം വരെയൊന്നും എത്തില്ല. എൻ്റെ സ്ഥാനത്താണ് നീ ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്നാൽ നിനക്കും എനിക്കും നടക്കുന്ന മാച്ചിൽ ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ അവസാനിപ്പിക്കും. നിന്നെ തോൽപ്പിച്ചുകൊണ്ട് ഞാൻ തന്നെ മുന്നോട്ട് പോകും എന്ന ലെവലിലൊക്കെ CM പങ്ക് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും സെത്ത് CM പങ്കിന് WWE പൈസയെല്ലാം കാണിച്ചപ്പോൾ അത് കണ്ട് കൊതിയായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കളിയാക്കുന്നുണ്ട്. അപ്പോൾ CM പങ്ക് പറയുന്നുണ്ട്, ഞാൻ വന്നിട്ടുള്ളത് ഫാൻസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും എന്നൊക്കെ. അതുപോലെ സെത്തിനെയും വെച്ച് ഭയങ്കരമായി കളിയാക്കി വിട്ടു. അതായത് സെത്തിൻ്റെ കൈക്കോ കാലിനോ കഴുത്തിനോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അതായത് ബ്രോൺസൺ റീഡ് അറ്റാക്ക് ചെയ്ത് സെത്ത് കുറച്ചുനാൾ വരാതിരുന്നിരുന്നു. അതൊക്കെയാണ് ഇതിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായി കളിയാക്കിയിട്ടാണ് ഈ സെഗ്മെൻറ്റ് ഇന്ന് മൊത്തത്തിൽ കൊണ്ടുപോയിട്ടുള്ളത്. പിന്നീട് CM പങ്കിന് മറ്റൊരു റിപ്ലൈയും സെത്ത് കൊടുത്തിരുന്നു. അതായത് CM പങ്ക് പറഞ്ഞു, ഞാൻ ഫാൻസ് കാരണമാണ് ഇവിടേക്ക് വന്നത്, ഫാൻസിൻ്റെ നിർബന്ധം കൊണ്ടാണ് എന്നൊക്കെ. അവിടെയും സെത്ത് കയറി CM പങ്കിനെ ഭയങ്കരമായി കളിയാക്കി. അതായത് WWE ഇരട്ടി പൈസ തന്നതുകൊണ്ടാണ് നീ ഇവിടെ വന്നിട്ടുള്ളത്, അല്ലാതെ ഫാൻസിനോടുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല. പൈസ ഡബിൾ ഇരട്ടേക്ക് കാണിച്ചപ്പോൾ നീ ഇവിടെ വന്നതാണ്. അല്ലെങ്കിൽ ഇത്രയും നാൾ വരാതിരുന്ന നീ എന്തുകൊണ്ടാണ് ഇപ്പോൾ വന്നത് എന്ന ലെവലിലൊക്കെ ചോദിച്ചുകൊണ്ട്. അതുപോലെ CM പങ്ക് ഒരു ക്യാൻസർ ആണ് എന്നൊക്കെയും സെത്ത് റോളൻസ് ഈ സെഗ്മെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സെഗ്മെൻറ്റിൽ ഇതിനേക്കാൾ കൂടുതൽ ഇവർ സംസാരിച്ചിട്ടുണ്ട്. വോയിസ് റെക്കോർഡ് ചെയ്യാൻ അധികം ഗ്യാപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇല്ല എങ്കിൽ ഇതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് പറയാമായിരുന്നു. പിന്നീട് രണ്ടുപേരും ഫേസ് ടു ഫേസ് നിന്ന് ഈ സെഗ്മെൻറ്റ് അവസാനിപ്പിച്ചു. അതായത് സെത്ത് എന്തായാലും CM പങ്കിനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് CM പങ്ക് എന്ന ക്യാൻസർ സെത്ത് മുറിച്ച് കളയും, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതോടുകൂടി USA നെറ്റ്വർക്കിൻ്റെ TV ടെലികാസ്റ്റിങ്ങിൻ്റെ അവസാനത്തെ റോ, അതുപോലെ തന്നെ 2024 അവസാനത്തെ റോ അവസാനിച്ചു. നീണ്ട ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം USA നെറ്റ്വർക്കിൽ ഇനി WWE റോ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യില്ല. പകരം USA നെറ്റ്വർക്കാണ് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ USA നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ട്രിബ്യൂട്ടെല്ലാം ഇടയ്ക്കിടെ ഈ ഷോ പോകുന്ന സമയത്തെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് സെത്ത് CM പങ്ക് ഇവരുടെ സെഗ്മെൻറ്റ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല.